ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കെയറുകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഏറ്റവും പുതിയ ടെക്നോളജികളിൽ ഒന്നായ പ്രീകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. പ്രീകാസ്റ്റ് നമുക്കറിയാം, നേരത്തെ എല്ലാം കാസ്റ്റ് ചെയ്ത് വെച്ച് അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം വളരെ ഏറെ വില കുറവും നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു പുതിയ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് പ്രീകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതുപോലെ വരുന്ന ഒരു ഭാഗമാണ് സ്റ്റീൽ കൊണ്ട് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീടുകൾ പണിയാൻ പറ്റും. വളരെ ഫാസ്റ്റായിട്ട് പണി തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീടൊക്കെ ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ വീടൊക്കെ വേണമെങ്കിൽ നമുക്കൊരു 3 മാസം കൊണ്ട് പണി തീർത്ത് നമുക്ക് പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന സ്റ്റീൽ സ്ട്രക്ചറുള്ള പ്രീകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ സിമ്പിളായിട്ട് എത്ര ചെറിയ സ്ഥലങ്ങളിലും എത്ര നല്ല രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ആണ് ഈ പറയുന്ന സ്റ്റീൽ സ്ട്രക്ചർ വെച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്റ്റീൽ സ്ട്രക്ചർ വെച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിയാൻ പറ്റുമോ എന്നൊക്കെ പലർക്കും ഡൗട്ടുണ്ട്. നമ്മൾ സാധാരണ കേരള സ്റ്റൈലിലോ യൂറോപ്യൻ സ്റ്റൈലിലോ അല്ലെങ്കിൽ കണ്ടംപററി ഡിസൈൻസിലോ ഏത് സ്ട്രക്ചറിൽ വേണമെങ്കിലും ഏത് രീതിയിലുള്ള വീടുകളോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് പണിയാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഗുണം. മാത്രമല്ല വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പണി നടത്തുന്ന ഒരു സിസ്റ്റം കൂടെയാണ് ഈ പറയുന്ന സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ പല പ്രശ്നങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇടിവെട്ടി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ, മിന്നലും ഇടിയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ, അങ്ങനെ പല പ്രശ്നങ്ങളും ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറവാണ്. സാധാരണയുള്ള വീടിനുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഈ പറയുന്ന സ്ട്രക്ചറിനും വരുള്ളൂ. എന്നാൽ സാധാരണയുള്ള സ്ട്രക്ചറിന് വരുന്ന അത്രയും കോംപ്ലിക്കേഷനുകളൊന്നും തന്നെ ഈ സ്ട്രക്ചറിന് ഇപ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ട് നല്ല രീതിയിൽ വെൽഡ് ചെയ്ത് ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കോൺക്രീറ്റ് റൂഫുകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ ഈ സ്ട്രക്ചറൽ സിസ്റ്റം ഉള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പം ഇതിന് വലിയതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഇഷ്ടിക അല്ലെങ്കിൽ ഈ സോളിഡ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഫ്രെയിം വർക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഇതിനൊക്കെ കോൺക്രീറ്റ് അവിടെ ഉറയ്ക്കാനും അല്ലെങ്കിൽ അത് പറഞ്ഞ് ക്യൂറിങ് ചെയ്യാനൊക്കെ കുറേ അധികം സമയം എടുക്കും. ചിലപ്പോൾ ഒരു 20 ദിവസം എടുക്കും, 30 ദിവസം എടുക്കും എന്നൊക്കെ പറയുന്നത് കൊണ്ട് അതെല്ലാം ആൾക്കാർ പതിയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന ഒരു സമയത്താണ് നമ്മൾക്ക് ഈ പറയുന്ന സ്റ്റീൽ സ്ട്രക്ചർ പോലുള്ള സിസ്റ്റത്തിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് കൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്റ്റീൽ സ്ട്രക്ചറുകൾ ചെയ്യുമ്പോഴത്തേക്ക് ഏത് ഡിസൈൻസിലോ എങ്ങനെയുള്ള സ്ട്രക്ചറൽ സിസ്റ്റമോ അതുപോലെ തന്നെ ക്യാൻലിവർ സിസ്റ്റം എന്നൊക്കെ പറയും, യാതൊരു വിധത്തിലുള്ള തൂണുകളില്ലാതെയുള്ള ഡിസൈനുകളോ എല്ലാ ഡിസൈനുകളും നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ പോലെയുള്ള ഭാഗം ഇതുപോലെ നല്ല രീതിയിൽ കോൺക്രീറ്റ് കൊണ്ട് ഫ്രെയിം ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഈ ഇരുമ്പിൻ്റെ സെക്ഷനുകൾ നേരെ മുകളിലേക്ക് കൊണ്ടുവരികയും ഇത് തമ്മിൽ കൂട്ടി വെൽഡ് ചെയ്ത് ബീം പോലെയുള്ള ഭാഗങ്ങൾ വെൽഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കിംഗ് ഷീറ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന ഷീറ്റ് നേരെ അങ്ങ് വിരിച്ച് അതിൻ്റെ മുകളിൽ ഇരുമ്പ് കമ്പി, നമ്മുടെ സാധാരണ റൂഫ് വാർക്കാൻ ഉപയോഗിക്കുന്ന കമ്പികൾ ഉപയോഗിച്ച് റൂഫ് വാർത്ത് വളരെ വൃത്തിയായി നമുക്ക് മുകളിൽ ടൈലൊക്കെ ഒട്ടിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഫംഗ്ഷനുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ഒരു സ്ട്രക്ചറൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഇതിന് വളരെ ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും ഉള്ളതാണ് എന്നുള്ളത് കൂടെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന ഒരു പ്രധാന കാര്യമാണ് ഇഷ്ടിക പോലെയുള്ള സാധനങ്ങൾ എല്ലാം കൊണ്ടുവേണ്ടെന്നാണ് സാധാരണഗതിയിൽ നമ്മൾ ഭിത്തിയെല്ലാം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഭിത്തിയെല്ലാം കെട്ടി മാറ്റുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഇഷ്ടിക കൊണ്ട് വേണമെങ്കിലും ഭിത്തി കെട്ടാം, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ സ്ട്രക്ചറിൻ്റെ ഗ്യാപ്പിൽ വേണമെങ്കിൽ ഇഷ്ടിക കൊണ്ട് ഭിത്തി കെട്ടാം. ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് AC ബ്ലോക്കുകൾ പോലുള്ള വെയിറ്റ് കുറഞ്ഞ ബ്ലോക്കുകൾ ഉപയോഗിക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡ് പോലെയുള്ള ബോർഡുകൾ ഉപയോഗിച്ച് പാർട്ടീഷൻ ചെയ്യാം. അങ്ങനെ എല്ലാ തരത്തിലുള്ള വർക്കുകളും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്നുള്ളതും കൂടെ ഈ പറയുന്ന സ്റ്റീൽ സ്ട്രക്ചറൽ സിസ്റ്റത്തിന് ഇപ്പോൾ കണ്ടുവരുന്നു എന്നുള്ളത് ഒരു വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മളൊരു വീട് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഒരു പ്ലാനൊക്കെ ചെയ്ത് ആ പ്ലാൻ ചെയ്യുന്ന ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റീൽ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കമ്പനികൾ ഇതൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേക കമ്പനികളുണ്ട്. ഈ കമ്പനികളെ വിളിച്ച് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ ചെയ്യിക്കുന്നു. അവർ തന്നെ ഈ പറയുന്ന ഡെക്കിംഗ് ഷീറ്റ് അടിച്ച് അതിൻ്റെ മുകളിൽ കമ്പി കെട്ടി ഷീറ്റിൻ്റെ മുകളിലായിട്ട് ഒരു വാർത്ത് റെഡിയാക്കി തരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫ്ലോറുകളെല്ലാം കമ്പനി വാർക്കണ്ട എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സാധാരണ ട്രസ് അടിച്ചിട്ട് ആ ട്രസ്സിൻ്റെ മുകളിൽ ഓടോ അല്ലെന്നുണ്ടെങ്കിൽ ഷീറ്റോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഗുണമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ചില ചെറിയ റെസ്റ്റോറൻറ്റുകൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ
നമ്മളുടെ വണ്ടികളുടെയൊക്കെ ഷോറൂമുകൾ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മാത്രമല്ല ഇതിന് കോസ്റ്റ് കുറവായതുകൊണ്ടും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു ഗുണമുള്ളൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഗുണമുള്ളൊരു കൺസ്ട്രക്ഷൻ സിസ്റ്റമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കമ്പനികളെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ പ്ലാനിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസൈനും സ്ട്രക്ചറും ഡീറ്റെയിൽസും ഒക്കെ അവർ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അവരത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീടുകളും നമുക്ക് പ്രിഫറബിൾ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സ്ട്രെങ്തോടു കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു വീടെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്ന പോലെ ഇഷ്ടിക കൊണ്ട് പണിത് കരിങ്കല്ല് കൊണ്ട് ഫൗണ്ടേഷൻ കെട്ടിയൊക്കെ ചെയ്യാൻ മാത്രമേ ചെയ്താൽ വീടാകുള്ളൂ എന്ന് ചിന്തിക്കുന്ന കാലമൊക്കെ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ടെക്നോളജി ആയിരുന്നു, അതിപ്പോൾ ഓൾറെഡി അതിന്റെ മെറ്റീരിയലുകളുടെ കോസ്റ്റും ബാക്കി കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ നമുക്ക് കുറേശ്ശെ ഒഴിവാക്കാം. പിന്നെ അത് തന്നെയല്ല, അത് പ്രൊഡക്ഷൻ ടൈം കൂടുതലാണ്, 1 വർഷം വരെയൊക്കെ എടുക്കും ഇതൊന്നും ഉണ്ടാക്കി വരാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതുപോലുള്ളൊരു ന്യൂ ജനറേഷൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് വളരെ കോസ്റ്റ് കുറച്ചുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇതുപോലെയുള്ള പുതിയ ടെക്നോളജികളെ കുറിച്ചും അതുപോലെയുള്ള പുതിയ കൺസ്ട്രക്ഷൻ സ്റ്റൈലുകളെ കുറിച്ചും കൂടുതൽ വീഡിയോകളുമായി കാണുന്നത് വരെ ഏവർക്കും നമസ്കാരം.